ഹലോ ചിൽഡ്രൻ, വെൽക്കം ടു കിഡ്സ് ഏരിയ ഓൺലൈൻ. ഇപ്പോൾ എക്സാം നിങ്ങൾക്ക് അടുത്തിരിക്കുകയാണ്. നാളെ നിങ്ങൾ എക്സാം എഴുതാൻ പോവുകയാണ്. അതിനു മുൻപ് നിങ്ങൾക്ക് കുറച്ച് കാര്യങ്ങൾ കൂടി ടീച്ചർ പറഞ്ഞു തരാമെന്ന് കരുതി. അപ്പോൾ ക്ലാസ്സിലേക്ക് നമുക്ക് പോകാം. നിങ്ങളുടെ കുട്ടികളിൽ ആർക്കെങ്കിലും മലയാളം അക്ഷരങ്ങൾ എഴുതാൻ അറിയില്ല, ചിഹ്നങ്ങൾ ചേർത്ത് എഴുതാൻ അറിയില്ല, മലയാളം ഇംഗ്ലീഷ് ഹിന്ദി കൂട്ടി എഴുതാനും കൂട്ടി വായിക്കാനും അറിയില്ല, മാത്തമെറ്റിക്സ് ഗണിതം ഒട്ടും അറിയില്ല, ഗണിതം നല്ല പാടാണ്, പഠിക്കാനായിട്ട് പാടാണ്, അങ്ങനെയുള്ള കുട്ടികൾ, സ്പോക്കൺ ഇംഗ്ലീഷ് ക്ലാസ്സസ് ആവശ്യമുള്ള കുട്ടികൾ, ബേസിക് ആയിട്ടുള്ള കുട്ടികൾ അറിഞ്ഞിരിക്കേണ്ട എല്ലാ ഗ്രാമറും ഉൾപ്പെടുത്തി ബേസിക് ഇംഗ്ലീഷ് ഗ്രാമർ ആവശ്യമുള്ള കുട്ടികൾ, ഇവർക്ക് എല്ലാവർക്കും ആയിട്ട് ഏപ്രിൽ മെയ് വെക്കേഷനിൽ കിഡ്സ് ഏരിയ ഓൺലൈൻ ക്ലാസ്സസ് റെഡിയാക്കിയിട്ടുണ്ട്, ഒരുക്കിയിട്ടുണ്ട്. താല്പര്യമുള്ളവർക്ക് ജോയിൻ ചെയ്യാം. വളരെ എഫക്റ്റീവായിട്ടുള്ള ക്ലാസ്സസ്സാണ്, കുട്ടികൾക്ക് ഒത്തിരി പ്രയോജനപ്പെടും. അതുപോലെ LKG UKG റിവിഷൻ ക്ലാസ്, അടുത്ത ക്ലാസ്സിലേക്ക് പോകുന്ന കുട്ടികൾക്ക് റിവിഷൻ ക്ലാസ് നൽകുന്നുണ്ട്. നിങ്ങൾക്കറിയാം, 1ാം ക്ലാസ് മുതൽ 4ാം ക്ലാസ് വരെയുള്ള കുട്ടികൾക്ക് ഇപ്പോൾ ട്യൂഷൻ നൽകിക്കൊണ്ടിരിക്കുകയാണ്. മെയ് 1 മുതൽ 1ാം ക്ലാസ് മുതൽ 7ാം ക്ലാസ് വരെയുള്ള കുട്ടികൾക്ക് കിഡ്സ് ഏരിയ ഓൺലൈൻ ട്യൂഷൻ സ്റ്റാർട്ട് ചെയ്യുകയാണ്. ഏത് കോഴ്സാണോ നിങ്ങൾക്ക് ആവശ്യം അതിനായിട്ട് നിങ്ങൾ ചെയ്യുവാനുള്ളത് ഇവിടെ നൽകിയിട്ടുള്ള വാട്സപ്പ് നമ്പറിൽ നിങ്ങൾ വാട്സപ്പ് മെസ്സേജ് അയച്ചാൽ മതിയാകും. കൂടുതൽ ഡീറ്റെയിൽസ് നിങ്ങൾക്ക് അയച്ചു തരുന്നതാണ്. വാട്സപ്പ് നമ്പർ ഒരിക്കൽ പറയാം: 9746487799. ലൈവായിട്ടായിരിക്കും ക്ലാസ് ഉണ്ടാവുക. സൂമിൽ ലൈവ് ക്ലാസ് ഉണ്ടാകും. ലൈവ് ക്ലാസ്സിന് പങ്കെടുക്കാൻ കഴിയാത്തവർക്ക് റെക്കോർഡ് ക്ലാസ്സസും അവൈലബിൾ ആയിരിക്കും. ആനുവൽ എക്സാം 2023-2024 ഇംഗ്ലീഷ് എക്സാം പ്രിപ്പറേഷൻ ക്ലാസ്സസ് ആണ്. ഈ വർഷം കഴിഞ്ഞ ഒരു ക്വസ്റ്റ്യൻ പേപ്പറാണ്. നമുക്ക് നോക്കാം. ആക്ടിവിറ്റി 1, റീഡ് ആൻഡ് കോംപ്രിഹെൻഡ്. ഇതിന്റെ ആൻസർ ടീച്ചർ എല്ലാത്തിനെയും പറയുന്നുണ്ട്, ശ്രദ്ധിച്ചു കേൾക്കുക. എങ്ങനെയാണ് എക്സാം എഴുതേണ്ടതെന്നുള്ളതും ഇതിനോടൊപ്പം ടീച്ചർ ഉൾപ്പെടുത്തുന്നുണ്ട് കേട്ടോ. നിങ്ങൾക്ക് റീഡ് ആൻഡ് കോംപ്രിഹെൻഡ് ഉണ്ടാവും. അതായത് നൽകിയിട്ടുള്ളത് വായിക്കുക, വായിച്ച ശേഷം താഴെ ചോദിക്കുന്ന ചോദ്യങ്ങൾക്ക് ഉത്തരം നൽകുക. അപ്പോൾ നിങ്ങൾ എന്താ ചെയ്യേണ്ടേ? നൽകിയിരിക്കുന്ന ആ ഭാഗം, ആ വായിക്കേണ്ടത് നിങ്ങൾ ശ്രദ്ധയോടെ വായിക്കുക. ടീച്ചർ വായിച്ചു തരുന്നു എങ്കിൽ നിങ്ങൾ ശ്രദ്ധയോടെ അത് കേൾക്കുക. കേട്ടാൽ മാത്രമേ നിങ്ങൾക്ക് ആൻസർ കറക്റ്റായിട്ട് എഴുതാൻ കഴിയൂ. നിങ്ങൾ നൽകിയിട്ടുള്ള ആ കോംപ്രിഹെൻഡ് തന്നിട്ടുള്ള പാരഗ്രാഫ് അതിൽ നോക്കി സ്പെല്ലിംഗ് തെറ്റാതെ എഴുതണം. ഓക്കെ, നിങ്ങൾ നോക്കി എഴുതുമ്പോൾ സ്പെല്ലിംഗ് തെറ്റരുത്. സ്പെല്ലിംഗ് തെറ്റാതെ കറക്റ്റായിട്ട് എഴുതണം കേട്ടോ. ഓക്കെ, നമുക്കിത് എങ്ങനെയാണ് നോക്കാം. A rooster was walking along a path near a forest. ഒരു പൂവൻ കോഴി ഫോറസ്റ്റിനരികിലുള്ള ഒരു വഴിയിൽ കൂടി നടക്കുകയായിരുന്നു. ലാ ലാ, കണ്ടോ നടക്കുന്നുണ്ടോ? Suddenly he fell into a deep pit. പെട്ടെന്ന് അവൻ എന്ത് ചെയ്തു? ആഴമുള്ള ഒരു കുഴിയിലേക്ക് വീണു. He cried aloud. അവൻ ഉറക്കെ കരഞ്ഞു. Help, help, ഉറക്കെ കരയുകയാണ്. അപ്പോൾ ആര് വന്നു? A fox came near the pit. അതിന്റെ കുഴിയുടെ അടുത്തേക്ക് ഫോക്സ് വന്നു. It put down a long stick into the pit. ആ ഫോക്സ് എന്ത് ചെയ്തു? നീളമുള്ള ഒരു സ്റ്റിക്ക്, വടി എന്ത് ചെയ്തു? ആ കുഴിയിലേക്ക് ഇങ്ങനെ നീട്ടിക്കൊടുക്കുകയാണ്. I will help you. ഞാൻ സഹായിക്കാം. Hold on this stick. ഈ വടിയിൽ പിടിച്ചോളൂ. അപ്പോ ഇത് കണ്ടിട്ട് നമ്മുടെ സ്ക്യൂറൽ കണ്ടു. A squirrel saw this. It cried aloud. അത് ഉറക്കെ കരഞ്ഞു. It put a vine down to the pit. എന്നിട്ട് അതൊരു മുന്തിരി വള്ളി താഴേക്ക് ഇട്ടു കൊടുത്തു. No, no, hold on this vine. അതിൽ പിടിക്കല്ലേ, ഈ വൈനിൽ പിടിക്കൂ എന്ന് സ്ക്യൂറൽ വിളിച്ചു പറയുകയാണ്. The fox felt ashamed and ran away. ഫോക്സ് നാണം കെട്ട് നടന്നുപോയി. നമ്മുടെ റൂസ്റ്റർ മുകളിലെത്തി സ്ക്യൂറലിന് താങ്ക് യു പറയുകയാണ്, നന്ദി പറയുകയാണ്. ഇപ്പൊ ടീച്ചർ ക്വസ്റ്റ്യൻ ചോദിക്കാൻ പോവാണ്. കറക്റ്റായിട്ട് ആൻസർ പറയണം. ഹൂ ഫെൽ ഇൻ ടു ദ പിറ്റ്? ആരാണ് കുഴിയിൽ വീണത്? ഫോക്സ് ആണോ, സ്ക്യൂറൽ ആണോ, റൂസ്റ്റർ ആണോ? നിങ്ങൾക്ക് ആൻസർ അറിയാം. റൂസ്റ്റർ ആണ്. റൂസ്റ്റർ ആണ് കുഴിയിൽ വീണത്. ഹോൾഡ് ഓൺ ദിസ് സ്റ്റിക്ക്. ഈ വടിയിൽ പിടിക്കൂ. ഹൂ സെഡ് ദിസ്? ഇത് ആര് പറഞ്ഞു? ഫോക്സ് പറഞ്ഞു. വെരി ഗുഡ്. ഫോക്സ് അത് കറക്റ്റ് ആയിട്ട് എഴുതുക. നിങ്ങൾക്ക് എന്താണോ തരുന്നത് അത് കറക്റ്റ് ആയിട്ട് എഴുതണം കേട്ടോ. അത് കറക്റ്റ് ലൈനിൽ തന്നെ എഴുതണം. ക്വസ്റ്റ്യൻ മാറിപ്പോകാതിരിക്കാൻ നോക്കുക. ക്വസ്റ്റ്യന് താഴെ തന്നെ ആൻസർ എഴുതുക കേട്ടോ. ഹൂ പുട്ട് എ വൈൻ ഡൗൺ ടു ദ പിറ്റ്? ആരാണ് വൈൻ കുഴിയിലേക്ക് ഇട്ട് കൊടുത്തത്? ആരാ? സ്ക്യൂറൽ ആണ്. Why did the fox come to help the rooster? എന്തുകൊണ്ടായിരിക്കും ഫോക്സ് റൂസ്റ്ററിനെ സഹായിക്കുന്നത്? ആ അവസാനത്തെ 2 ചോദ്യം നിങ്ങൾ സ്വന്തമായിട്ട് ഉത്തരം എഴുതാനുള്ളതായിരിക്കും. ആദ്യത്തെ 3 നിങ്ങൾ കണ്ടുപിടിച്ച് എഴുതാനുള്ളതാണ്. അവസാനത്തെ 2 കൂടുതലും നിങ്ങൾ സ്വന്തമായിട്ട് എഴുതാനാ ചോദിക്കുക. Why did the fox come to help the rooster? എന്തുകൊണ്ടായിരിക്കും? കോഴി പിടിക്കാൻ വേണ്ടിയിട്ടല്ലേ? To catch the rooster. റൂസ്റ്ററിനെ പിടിക്കാൻ വേണ്ടിയിട്ടാ. Give a suitable title to the story. ഈ സ്റ്റോറിക്ക് സ്യൂട്ടബിൾ യോജിച്ച ഒരു തലക്കെട്ട് കൊടുത്തേ.
എങ്ങനെ കൊടുക്കാം? എ റൂസ്റ്റർ ആൻഡ് ഫോക്സ് എന്ന് കൊടുക്കാം, എ ക്ലവർ സ്ക്യൂറൽ എന്ന് കൊടുക്കാം. നിങ്ങളുടെ ഐഡിയയിൽ നിങ്ങൾക്ക് എന്താ തോന്നുന്നത് അതിനനുസരിച്ച് നിങ്ങൾക്ക് ഏത് സ്റ്റോറിയാണോ തരുന്നത് അതിനനുസരിച്ച് കൊടുക്കാം കേട്ടോ. ഇത് മനസ്സിലായല്ലോ? ഒരു പാരഗ്രാഫ് തന്നിട്ട് അതിന് ക്വസ്റ്റ്യൻ എഴുതാൻ അറിയാലോ. നിങ്ങൾ ഒരു ക്വസ്റ്റ്യൻ പോലും എഴുതാതെ വിട്ടേക്കില്ല. നിങ്ങൾക്ക് അറിയാവുന്ന നിങ്ങൾ എന്ത് ചെയ്യുക, നിങ്ങളുടെ ആശയം അവിടെ എഴുതുക. ഓക്കെ. രണ്ടാമത് കോൺവെർസേഷൻ ആണേ. ഇൻ ദ മോർണിംഗ് രാവിലെയാണ്. വെൻ സീറോ വെൻ നിയർ ദ കേജ്, കേജിന്റെ അടുത്തേക്ക് വന്നപ്പോൾ he saw the bird lying on its back, stiff with legs crossed. Zero felt very sad. He went to his mother. Mother looked at him. What did she ask Zero? What was his reply? നല്ല ദുഃഖിതനായിട്ട് നമ്മുടെ സെറോ ആരുടെ അടുത്തേക്ക് പോയി? അമ്മയുടെ അടുത്തേക്ക് പോയി. അമ്മ എന്തായിരിക്കും ചോദിച്ചിട്ടുണ്ടാവുക? അതിന് സെറോ എന്തായിരിക്കും മറുപടി പറയുന്നുണ്ടാവുക? സെറോ കരയാണ്. അമ്മയും മകനും, അമ്മയും സെറോയും തമ്മിലുള്ള കോൺവെർസേഷൻ ആണ്. മദർ, സെറോ വൈ ആർ യു സാഡ്? സെറോ എന്താ നീ ദുഃഖിച്ചിരിക്കുന്നേ? സെറോ എന്ത് പറഞ്ഞിട്ടുണ്ടാവും? ഇവിടെ എന്താ കണ്ടേ? ബേർഡ് എന്താ കളിക്കുവാണോ? അല്ല, എന്ത് ചെയ്യുവാണ്? മൈ ബേർഡ് ഡൈഡ്, എൻ്റെ പക്ഷി മരിച്ചുപോയി. മദർ ചോദിക്കുകയാണ്. അപ്പൊ മദർ എന്ത് ചോദിച്ചിരിക്കും? when did the bird die? എപ്പോ മരിച്ചു, എപ്പോ സംഭവിച്ചു എന്ന് ചോദിക്കുകയാണ് അല്ലേ. അപ്പൊ സെറോ പറയാണ് ഇൻ ദ മോർണിംഗിൽ. എപ്പോഴാണോ നിങ്ങൾക്ക് സ്റ്റോറിയിൽ എങ്ങനെയാണത് എഴുതുക കേട്ടോ. ഇപ്പൊ ടീച്ചറോട് ഇൻ ദ മോർണിംഗ് എന്ന് എഴുതുകയാണ്. മദർ, ഐ ആസ്ക് യു ടു ലെറ്റ് ദ ബേർഡ് ഗോ. ഞാൻ നിന്നോട് പറഞ്ഞതാണ് പക്ഷിയെ പോകാൻ അനുവദിക്കാൻ. ബട്ട് യു, പക്ഷെ നീ didn't hear my words. എന്റെ വാക്ക് കേട്ടില്ല. didn't hear my words. എന്റെ വാക്ക് കേട്ടില്ല. സെറോ എന്ത് പറഞ്ഞിട്ടുണ്ടാവും? സോറി മദർ, സോറി അമ്മേ. ഓക്കെ. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യണം? ഇങ്ങനെ ഒരു കോൺവെർസേഷൻ വരുമ്പോൾ അതിൽ നൽകിയിട്ടുള്ള സെന്റൻസ് ഇവിടെ എന്തൊക്കെ നൽകിയിട്ടുണ്ട്? സെറോ വൈ ആർ യു സാഡ്? എന്താ ദുഃഖിച്ചിരിക്കുന്നേ? ഐ ആസ്ക് യു ടു ലെറ്റ് ദ ബേർഡ് ഗോ ബട്ട് യു, നിന്നോട് ഞാൻ പറഞ്ഞതാണ് അതിനെ വിടാനായിട്ട്, പക്ഷെ നീ. അപ്പൊ എന്തായിരിക്കും സംഭവിച്ചിട്ടുണ്ടാവുക? അത് മനസ്സിലാക്കി നിങ്ങൾ എന്ത് ചെയ്യണം? നിങ്ങൾ ചിന്തിക്കുക, എന്തായിരിക്കും അവർ തമ്മിൽ പറഞ്ഞിട്ടുണ്ടാവുക എന്ന് ചിന്തിക്കുക. അതിനനുസരിച്ച് നിങ്ങളുടെ ആശയം എന്ത് ചെയ്യുക? എഴുതുക. ഓക്കെ. അടുത്ത ദിവസത്തിലേക്ക് വേണ്ട ഡിസ്ക്രിപ്ഷൻ ആണ്. ഇവിടെ നോക്കിയേ. സെറോ വാസ് വെരി സാഡ്. ഹി വാസ് സിറ്റിംഗ് ഇൻ ഹിസ് റൂം. ഹി സാ അലീന കമ്മിങ് ടു ഹിസ് ഹോം. അങ്ങനെ സെറോ ദുഃഖിച്ച് റൂമിൽ ഇരിക്കുമ്പോൾ അലീന വീട്ടിലേക്ക് വരുന്നുണ്ട്. വാട്ട് ഹാപ്പൻ? വൈ ആർ യു സാഡ്? എന്താ ദുഃഖിച്ചിരിക്കുന്നേ? എന്താ നീ വിഷമിച്ചിരിക്കുന്നേ? എന്ത് സംഭവിച്ചു? അലീന ചോദിച്ചു. സെറോ സെഡ് ദ ഹോൾ സ്റ്റോറി ടു അലീന. അലീനയ്ക്ക് സ്റ്റോറി പറഞ്ഞു കൊടുക്കുവാണ്. ഇവിടെ പിക്ചർ നൽകിയിട്ടുണ്ട്, സ്റ്റോറി നിങ്ങൾ പറയണം. ആ പറയുന്നത് മാത്രമല്ല ഇവിടെ എഴുതണം. പിക്ചർ നൽകിയിട്ടുണ്ട്. അതൊക്കെ സെറോ, ഇവിടെ പക്ഷികളുണ്ട്. സെറോ എന്തിനോ വെയിറ്റ് ചെയ്യാണ്. അപ്പൊ എന്തായിരുന്നു സംഭവം അറിയാലോ? ഓക്കെ, എഴുതുക. സെറോ കളക്റ്റഡ് സം സീഡ്സ് and he scattered them on the board of the trap. സെറോ എന്ത് ചെയ്തു? കുറച്ച് വിത്ത് കളക്ട് ചെയ്ത് ട്രാപ്പിന്റെ അടുത്തേക്ക് വിതറുകയാണ്. and set in the backyard and he waited there waiting for the birds. എന്നിട്ട് എന്ത് ചെയ്യാണ്? പക്ഷികൾക്കായിട്ട് സെറോ വെയിറ്റ് ചെയ്യാണ്. രണ്ടാമത്തെ പിക്ചർ എന്താ നൽകിയിട്ടുള്ളേ? പക്ഷിയെ കിട്ടിയിട്ടുണ്ട്. അതുമായിട്ട് ആരെ കാണിക്കാൻ പോകുന്നു? അമ്മയെ കാണിക്കാൻ പോവാണ് അല്ലെ. അപ്പൊ അതെങ്ങനെയായിരുന്നു? സെറോ carried the bird along with the cage. സെറോ എന്ത് ചെയ്തു? ആ കൂടുമായിട്ട്, പക്ഷിയുള്ള കൂടുമായിട്ട് അമ്മയുടെ അടുത്ത് പോകണം. ആൻഡ് ഷോ ഇറ്റ് ടു ഹിസ് മദർ. അമ്മയ്ക്ക് കാണിച്ചു കൊടുക്കുകയാണ്. അമ്മയ്ക്ക് കാണിച്ചു കൊടുക്കുന്നതാണ് രണ്ടാമത്തെ പിക്ചറിൽ ഉള്ളത്. മൂന്നാമത്തെ പിക്ചർ നോക്കാം. സെറോ കേജ് ക്ലീൻ ചെയ്യാണ്. അമ്മയുണ്ട്. പക്ഷെ ഇവിടെ നോക്കിയ ഡോർ ഓപ്പൺ ആണോ അതോ ക്ലോസ്ഡ് ആണോ? ഓപ്പൺ ആണ്. എന്താണ് നോക്കാം. സെറോ വാസ് ക്ലീനിങ് ദ കേജ് ബട്ട് ഹി ഫോർഗോട്ട് ടു ഷട്ട് ദ ഡോർ. സെറോ കേജ് കൂടൊക്കെ ക്ലീൻ ചെയ്തു, പക്ഷെ ക്ലീൻ ചെയ്യുന്നുണ്ട്. കൂട് അടച്ചിരിക്കുവാണോ? നോ, കൂട് അടയ്ക്കാൻ മറന്നുപോയി. ഹി ഫോർഗോട്ട് ടു ഷട്ട് ദ ഡോർ. ഇപ്പൊ എന്ത് സംഭവിച്ചിരിക്കും? നാലാമത്തെ പിക്ചർ നോക്കിയേ. പക്ഷി കൂടിനുള്ളിലാണോ പുറത്താണോ? പുറത്താണ്. ദ ബേർഡ് കെയിം ഔട്ട് ഓഫ് ദ കേജ്. പക്ഷി എന്ത് ചെയ്തു? പുറത്തേക്ക് വന്നു. റൂമിന്റെ അവിടെ എന്ത് ചെയ്തു? പറന്നു അല്ലെ. എന്നിട്ട് എന്ത് ചെയ്തു? താഴേക്ക് വേണ്ടി ഇറ്റ് സ്പ്രെഡ് ഇറ്റ്സ് വിങ്സ് ആൻഡ് ഫ്ലൂ അറൌണ്ട് ദ റൂം ആൻഡ് ഹിറ്റ് അഗൈൻസ്റ്റ് ദ വിൻഡോ ആൻഡ് ഫെൽ. കാണുന്നുണ്ടല്ലോ. അപ്പോൾ സ്റ്റോറി നമ്മൾ കംപ്ലീറ്റ് ചെയ്തു. അപ്പോൾ ഈവൻസ് നൽകിയിട്ടുണ്ടാകും. ആ ഈവൻസ് വെച്ചിട്ട് നമ്മൾ എന്ത് ചെയ്യണം? സ്റ്റോറിയെ നമ്മൾ ആ ഒരു ഈവന്റ് എന്താണോ, ആ ഒരു കഥ എന്താണോ, ഈ പിക്ചറിൽ എന്താണോ ഉള്ളത് അത് നിങ്ങൾക്ക് മനസ്സിലായത് നിങ്ങൾ എന്ത് ചെയ്യുക? എഴുതുക. ഒന്നും എഴുതാതിരിക്കരുത്. നിങ്ങൾക്ക് എന്ത് മനസ്സിലായോ അത് കണ്ടിട്ട് അത് നിങ്ങൾ എന്ത് ചെയ്യുക?
എഴുതുക. ആദ്യത്തെ 15 മിനിറ്റ് കൂൾ ഓഫ് ടൈം ഉണ്ടല്ലോ, ആ ടൈമിൽ നിങ്ങൾ നോക്കി വെക്കുക, എന്തൊക്കെയായിരിക്കും എന്നുള്ള ആശയം നിങ്ങളുടെ മനസ്സിൽ വരും. അതിനനുസരിച്ച് നിങ്ങൾ എന്ത് ചെയ്യുക, എഴുതുക. ഓക്കെ, നാലാമത് നോക്കാം. ഡോണ്ട് ബി സാഡ്, അലീന കൺസോൾ സെറോ. നമ്മുടെ അലീന സെറോയെ സമാധാനിപ്പിക്കാണ്, വിഷമിക്കേണ്ട. സെറോ ഷാൾ വി ഗോ ടു ദ പ്ലേ ഗ്രൗണ്ട്, സെറോ നമുക്ക് പ്ലേ ഗ്രൗണ്ടിൽ പോയാലോ, അലീന ചോദിച്ചു. യെസ് അലീന, ഓക്കെ അലീന. there is a big mango tree, അവിടെ ഒരു വലിയ മാംഗോ ട്രീ ഉണ്ട്. we can play there, നമുക്ക് അവിടെ കളിക്കാം. they went to the playground, അവർ പ്ലേ ഗ്രൗണ്ടിലേക്ക് പോയി. ബട്ട് ലുക്ക്, പക്ഷെ നോക്കൂ, someone had cut the mango tree down, ആരോ മാംഗോ ട്രീ മുറിച്ച് താഴെ ഇട്ടിരിക്കുകയാണ്. a little bird is crying on the ground, ആ ചെറിയ പക്ഷികൾ ആ പക്ഷി എന്ത് ചെയ്യുന്നു, കരയുകയാണ്. is it right to cut down trees, മരങ്ങൾ മുറിക്കുന്നത് ശരിയാണോ? what do you think, നിങ്ങൾ എന്ത് ചിന്തിക്കുന്നു? prepare a poster against cutting down trees, മരങ്ങൾ മുറിക്കുന്നതിനെതിരെ ഒരു പോസ്റ്റർ തയ്യാറാക്കുക. പോസ്റ്റർ തയ്യാറാക്കുന്നത് എങ്ങനെയാണ്? നമ്മൾ ആദ്യം എന്ത് ചെയ്യണം, ഒരു റെക്ടാങ്കിൾ അല്ലെങ്കിൽ സ്ക്വയർ വരയ്ക്കണം, അതിനുള്ളിൽ എഴുതണം. അല്ലെങ്കിൽ എഴുതിയ ശേഷം അതിന്റെ ചുറ്റും നമ്മൾ എന്ത് ചെയ്യണം, സ്ക്വയറോ റെക്ടാങ്കിളോ വരയ്ക്കാം. ഇപ്പൊ ഇവിടെ എന്താണ്, മരം മുറിക്കുന്നതിന് ഡു നോട്ട് കട്ട് ട്രീസ്, മരം മുറിക്കരുത്, മരങ്ങൾ നശിപ്പിക്കരുത്. ഡു നോട്ട് കട്ട് ട്രീസ്, അതിന് ചുറ്റും എന്ത് ചെയ്യാം, നമുക്കൊരു സ്ക്വയറോ റെക്ടാങ്കിളോ വരച്ചു കൊടുക്കാം. നിങ്ങൾക്ക് വേണമെങ്കിൽ ഇതിനകത്ത് പിക്ചർ വരയ്ക്കാം. എങ്ങനെ വരയ്ക്കാം? ഇതായി ഒരു ട്രീയുടെ പിക്ചർ, മരം മുറിച്ചിട്ടിരിക്കുന്നതായിട്ട് നിങ്ങൾക്ക് ഒരു പിക്ചർ വരയ്ക്കാം. അതിനുശേഷം എന്ത് ചെയ്യണം, ഡു നോട്ട്, ചെയ്യരുത് എന്ന് നമുക്ക് എന്ത് ചെയ്യാം, ഇതുപോലെ വരച്ചും, കണ്ടോ, ചെയ്യരുത് എന്ന രീതിയിൽ, നോ എന്ന രീതിയിൽ നമുക്ക് ഇങ്ങനെ വരച്ചും ഇതിനകത്ത് ചെയ്യാം. ചെയ്യരുത് എന്ന രീതിയിൽ ഒരു മരം മുറിച്ചു വിട്ടിരിക്കുന്ന ഒരു പിക്ചർ നിങ്ങൾക്ക് വരയ്ക്കാം. ഓക്കെ, അങ്ങനെ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, പോസ്റ്റർ തയ്യാറാക്കാം. പ്ലക്കാർഡ് എങ്ങനെ തയ്യാറാക്കാം? പ്ലക്കാർഡ് തയ്യാറാക്കുമ്പോൾ നിങ്ങൾ ഈ റെക്ടാങ്കിളിനുള്ളിൽ എഴുതണം. പക്ഷേ ഇങ്ങോട്ട് നോക്കി, താഴെ ഒരു സ്റ്റിക്ക് കൂടി വേണം, അപ്പോഴാണ് ഇത് പ്ലക്കാർഡ് ആവുക. ഇത് പോസ്റ്റർ, ഇത് പ്ലക്കാർഡ്. ഓക്കെ, വ്യത്യാസം മനസ്സിലായല്ലോ? അഞ്ചാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. അറേഞ്ച് ദ ഈവൻറ്റ്സ്. അലീന ആൻഡ് സെറോ സോ എ ക്ലേ ഹട്ട് ഓൺ ദ തിക് മെഡോ നിയർ ദെയർ പ്ലേ ഗ്രൗണ്ട്. നമ്മുടെ അലീനയും സെറോയും എന്ത് കണ്ടു? ക്ലേ ഹട്ട് കണ്ടു അല്ലെ. ദേ വെന്റ് നിയർ ഇറ്റ് ആൻഡ് ആസ്ക്ഡ്, അത് അവർ അതിന്റെ അടുത്തേക്ക് പോയി. എനിവൺ ഇൻസൈഡ്, അകത്ത് ആരെങ്കിലും ഉണ്ടോ? എ ഫ്ലൈ കെയിം ഔട്ട് ഫ്രം ദ ക്ലേ ഹട്ട്. ക്ലേ ഹട്ടിൽ നിന്ന് ആര് പുറത്തു വന്നു? ഫ്ലൈ, ഈച്ച വന്നു. ദ ഫ്ലൈ ടോൾഡ് ദം ദ ഫോളോയിങ് ഈവൻറ്റ്സ്. ഫ്ലൈ എന്ത് ചെയ്തു? എല്ലാ കാര്യങ്ങളും പറയുകയാണ്, നടന്ന കാര്യങ്ങൾ പറയാണ്. ദ മൗസ് കറീഡ് ഇൻ ദ പോട്ട്, ദ ഫ്രോഗ് ഹോപ്ഡ് ഇൻ ദ പോട്ട്, ദ ഫോക്സ് ട്രോട്ടഡ് ഇൻ ദ പോട്ട്, ദ ഫ്ലൈ ഫ്ലൂ ഇൻ ദ പോട്ട്, ദ റാബിറ്റ് ജംപ്ഡ് ഇൻ ദ പോട്ട്, ദ വോൾഫ് സ്ക്യൂസ്ഡ് ഇൻ ദ പോട്ട്. നടന്ന കാര്യങ്ങൾ ആരൊക്കെ വന്നു എന്ന് പറഞ്ഞു അല്ലെ. ഹൂ കെയിം ഫസ്റ്റ് ഇൻ ദ പോട്ട്, ആരാണ് ആദ്യം വന്നേ? ഹൂ വാസ് ദ നെക്സ്റ്റ്, അടുത്താര് വന്നു? അടുത്താര് വന്നു? അടുത്താര് വന്നു? അങ്ങനെ അറേഞ്ച് ദ ഈവൻറ്റ്സ് ഇൻ ദ ഓർഡർ ഓഫ് ഒക്കറൻസ് ഇൻ ദ സ്റ്റോറി. സ്റ്റോറി ഓർമ്മിക്കുന്നുണ്ടോ? ഓർമ്മിക്കുന്നുണ്ടോ? ആ പഴയ സ്റ്റോറിയിലേക്ക് ഒന്ന് പോയേ. ആദ്യം ആരാ വന്നേ? ഫോക്സ് ആണോ? മൗസ് ആണോ? ആരാ വന്നേ? ഫ്ലൈ വന്നു. ദ ഫ്ലൈ ഫ്ലൂ ഇൻ ദ പോട്ട്. ആരാ പറഞ്ഞു വന്നേ? ഫ്ലൈ. ആദ്യം വന്നത് ഫ്ലൈ, ഈച്ചയാണ്. രണ്ടാമത് ആരാ വന്നേ? മൗസ്. രണ്ടാമത് ആരാ വന്നേ? മൗസ്. അപ്പൊ ആദ്യം നിങ്ങൾ എഴുതേണ്ടത് ദ ഫ്ലൈ ഫ്ലൂ ഇൻ ദ പോട്ട് എന്ന് എഴുതുക. രണ്ടാമത്തെ സെന്റൻസ് ആയിട്ട് താഴെ എന്ത് എഴുതണം? ദ മൗസ് കറീഡ് ഇൻ ദ പോട്ട്. രണ്ടാമത് വന്നത് മൗസ് ആണ്, ഓർമ്മിക്കുക. ആദ്യം വന്നത് ഫ്ലൈ, രണ്ടാമത് വന്നത് മൗസ്. മൂന്നാമത് ആരാ വന്നേ? ഫ്രോഗ്. മൂന്നാമത് ആരാ വന്നേ? ഫ്രോഗ് ആണ് വന്നത്. മൂന്നാമത് ഫ്രോഗ് ഹോപ്ഡ്, മൗസ് കറീഡ്, ഫ്ലൈ ഫ്ലൂ. ഫ്ലൈ ഫ്ലൂ, മൗസ് കറീഡ്, ഫ്രോഗ് ഹോപ്ഡ്. നാലാമത് ആരാ വന്നേ? റാബിറ്റ്. റാബിറ്റ് ജംപ്ഡ്. റാബിറ്റ് ജംപ്ഡ്. നാലാമത് വന്നത് റാബിറ്റ് ആണ്. ഫ്ലൈ, മൗസ്, ഫ്രോഗ്, റാബിറ്റ്. അഞ്ചാമത് ആരാ വന്നേ? ഫോക്സ്. ഫോക്സ് ട്രോട്ടഡ്. അഞ്ചാമത് വന്നത് ഫോക്സ് ആണ്. ലാസ്റ്റ് വന്നത് ആരാ? വോൾഫ്. ആറാമത് വോൾഫ്. അപ്പോ ആദ്യം വന്ന ഫ്ലൈ, മൗസ്, ഫ്രോഗ്, റാബിറ്റ്, ഫോക്സ്, വോൾഫ്. അപ്പൊ ഇത് കറക്റ്റ് ഓർഡറിൽ എഴുതാനായിട്ട് അറിയാലോ. ഈ ഓർഡറിൽ നിങ്ങൾ എന്ത് ചെയ്യുക? എഴുതാനുള്ളതാണ്. അപ്പൊ നിങ്ങൾക്ക് എന്താണോ തരുന്നത് അതിനനുസരിച്ച് എഴുതുക. ഓർഡർ മനസ്സിലായാലോ? ആദ്യം വന്നത് ആരാണെന്ന്? ഫ്ലൈ, മൗസ്, ഫ്രോഗ്, റാബിറ്റ്, ഫോക്സ്, വോൾഫ്. ഏറ്റവും ലാസ്റ്റ് ആണ് ഫോക്സും വോൾഫും വന്നത് കേട്ടോ. ആദ്യം വന്നത് ഫ്ലൈയും മൗസും ആണ്. അത് കഴിഞ്ഞ് ഫ്രോഗും റാബിറ്റും. ചാടി വരുന്ന ആരാ? ഫ്രോഗും റാബിറ്റും. രണ്ടാമത് വന്നത്. രണ്ടാമത്, മൂന്നും നാലാമതും വന്നത്. ഓക്കെ, അപ്പൊ നിങ്ങൾ അറേഞ്ച് ചെയ്ത് എഴുതാനുള്ളതായിരുന്നു അഞ്ചാമത്തെ ആക്ടിവിറ്റി.
ലാസ്റ്റ് ആഡ് മോർ ലൈൻസ് നോക്കാം. അലീന ആൻഡ് സെറോസ 3 ബട്ടർഫ്ലൈസ് പ്ലേയിങ് ഇൻ ദ ഗാർഡൻ. അലീനയും സെറോയും 3 ബട്ടർഫ്ലൈസിനെ കണ്ടു. ഗാർഡനിൽ കളിക്കുന്ന 3 ബട്ടർഫ്ലൈസിനെ കണ്ടു. ഡോണ്ട് യു നോ ദ 3 ബട്ടർഫ്ലൈസ്? ഓർമ്മയുണ്ടോ 3 ബട്ടർഫ്ലൈസ്? റെഡ്, വൈറ്റ് ആൻഡ് യെല്ലോ. They are dancing in the garden. അവർ ഗാർഡനിൽ ഡാൻസ് ചെയ്യാണ്. A little parrot, a little peacock and a little puppy came there. അവിടെ ആരൊക്കെ വന്നു? ലിറ്റിൽ പാരറ്റ് വന്നു, ലിറ്റിൽ പീകോക്ക് വന്നു, ലിറ്റിൽ പപ്പി വന്നു. ബട്ടർഫ്ലൈസ് called them to join with their song. അവരുടെ പാട്ടിനോടൊപ്പം ജോയിൻ ചെയ്യാനായിട്ട് ബട്ടർഫ്ലൈ അവർ വിളിക്കുകയാണ്. ആദ്യത്തെ 4 പേര് നൽകിയിട്ടുണ്ട്. പാരറ്റിനെ വിളിക്കുകയാണ്. ലിറ്റിൽ പാരറ്റ് കം ആൻഡ് ജോയിൻ us. Let's speak, let's sing, let's play a game. Little parrot, come, വരൂ, ജോയിൻ ചെയ്യൂ. നമുക്ക് സംസാരിക്കാം, പാടാം, കളിക്കാം എന്ന് ബട്ടർഫ്ലൈസ് പാരറ്റിനോട് പറയണം. അപ്പൊ പാരറ്റിനോട് പറഞ്ഞു. ഇനി ആരൊക്കെയുണ്ട്? പപ്പി ഉണ്ട്, പീകോക്ക് ഉണ്ട്. നമുക്കടുത്ത് പീകോക്കിനോട് പറഞ്ഞാലോ? പീകോക്കിനോട് എങ്ങനെയായിരിക്കും? ലിറ്റിൽ പാരറ്റ്, അതിന് പകരം ലിറ്റിൽ പീകോക്ക്. പാരറ്റ് മാറ്റി അവിടെ എന്തായി? പീകോക്കായി. ഇവിടത്തെ പാരറ്റ് മാറി, അവിടെയും പീകോക്കായി. ലിറ്റിൽ പീകോക്ക് കം ആൻഡ് ജോയിൻ us. അതുപോലെ എഴുതി. ലെറ്റ്സ് സ്പീക്ക് ആണ്. ഇവിടെ തത്ത സംസാരിക്കും അല്ലേ? ഇവിടെ എന്താണ്? ലെറ്റ്സ് ഫ്ലൈ, പറക്കാം. ലെറ്റ്സ് ഫ്ലൈ. ലെറ്റ്സ് സിങ്ങിന് പകരം ലെറ്റ്സ് ഡാൻസ്. ലെറ്റ്സ് പ്ലേ ഗെയിം. നമുക്ക് പറക്കാം, നൃത്തം ചെയ്യാം, നമുക്ക് കളിക്കാം എന്ന് പീകോക്കിനോട് പറയുകയാണ്. ഓക്കെ, അപ്പോ ആരോടൊക്കെ പറഞ്ഞു? പാരറ്റിനോട് പറഞ്ഞു, പീകോക്കിനോട് ആയി. ഇനി ആരാളെ? പപ്പിയാണുള്ളത് അല്ലെ? അപ്പൊ പപ്പിയോട് നമുക്ക് പറയാം. എങ്ങനെ പറയും? പാരറ്റിന്റെ സ്ഥലത്ത് എന്താക്കണം? പപ്പി എന്നാക്കുക. ലിറ്റിൽ പാരറ്റ് ലിറ്റിൽ പപ്പി കം ആൻഡ് ജോയിൻ us. ലെറ്റ്സ് സ്പീക്കിന് പകരം ലെറ്റ്സ് ജംപ്. ലെറ്റ്സ് സിങ്ങിന് പകരം ലെറ്റ്സ് റൺ. നമ്മളുടെ വാക്ക് മാറ്റി കൊടുത്തു. ലെറ്റ്സ് പ്ലേ ഗെയിം. ഓക്കെ, മനസ്സിലായല്ലോ? ഇപ്പൊ 3 പേരോടും പറയുന്നതായിട്ട് നമ്മൾ ആഡ് മോർ ലൈൻസ് ചെയ്തു. Okay, children. Bye bye. Thank you.